ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ റീസെൻ്റ് ആയിട്ട് അഗ്രികൾച്ചർ ഓഫീസർ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ കേരള PC പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. അത് 29 ജാനുവരി 2025 അതായത് നാളെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. BSc ഹോർട്ടിക്കൾച്ചർ അതുപോലെ BSc അഗ്രികൾച്ചർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. കാരണം ഇതുപോലെ നല്ലൊരു പോസ്റ്റ് നിങ്ങൾക്ക് ഉടനെയെങ്കിലും ഇനിയും PSCയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നതല്ല. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാലറി വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ പോസ്റ്റ് വൈസ് ഒരു ജോബ് പ്രൊഫൈലാണെങ്കിലും ഒക്കെ വളരെ ആകർഷകമായിട്ടുള്ളൊരു പോസ്റ്റാണ് ഈ അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ നമുക്കൊന്നും കൂടെ നോക്കാം. അതായത് 506/2024 ആണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ്. ഓക്കെ, ഇനി പ്രോബബിൾ പീരീഡ് ഓഫ് എക്സാം ഓൾറെഡി PSC എക്സാം സ്ലോട്ട് ഇയർ കലണ്ടറിൽ കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം 2025 ജൂലൈ ടു സെപ്റ്റംബർ ആണ് ഇതിൻ്റെ പ്രോബബിൾ പീരീഡ് ഓഫ് എക്സാം. അപ്പം നമുക്ക് മുമ്പിൽ ഇനി അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് 7 to 9 months ആണ്. അപ്പം ഈ ഒരു ജൂലൈ സെപ്റ്റംബർ കാലത്തിൽ ഏത് പോയിൻ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാം പ്രതീക്ഷിക്കാം. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റായിട്ട് PSC ഈ ഒരു എക്സാമിൻ്റെ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൃത്യമായ ഒരു സിലബസ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള ആ ഒരു 7 months അല്ലെ 8 months ആ ഒരു കാലത്ത് കൃത്യമായ സിലബസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നേരത്തെ ഒരു സ്ഥിതിയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു സിലബസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ എക്സാമിനൊരു 3 months മുമ്പായിരിക്കും അല്ലെങ്കിൽ 2 months മുമ്പായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈം അവൈലബിലിറ്റി കുറവായിരിക്കും ഈ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ടൈം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് നല്ലൊരു പൊസിഷനിൽ തന്നെ ഇടം നേടാൻ സാധിക്കുന്നതാണ്. ഇനി അഗ്രികൾച്ചർ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട ഏണസ്റ്റ് അക്കാഡമി ഒരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ ഫാക്കൽറ്റി ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇൻട്രാക്റ്റീവായിട്ട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ ഡൗട്ട് ക്ലിയറിങ് ക്ലാസ്സസ് ഉണ്ടാവും. അതുപോലെ മോഡൽ ടെസ്റ്റുകൾ കാണും. എക്സാമിന് അടുക്കുന്തോറുമാണ് നിങ്ങൾക്ക് മോഡൽ ടെസ്റ്റുകൾ ലഭിക്കുക. ഇതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. അതായത് ലെക്ചർ ടെസ്റ്റ്, ടോപ്പിക് ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, മൊഡ്യൂൾ ടെസ്റ്റ്, അങ്ങനെ പറഞ്ഞ പല രീതിയിലുള്ള ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും. അത് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് തൊട്ട് എൻഡ് ഓഫ് ദി എക്സാം ആ ഒരു പോയിൻ്റ് വരെ നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലാണ് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉള്ളത്. നമുക്ക് അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ ഒരേ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ആ കമ്മ്യൂണിറ്റിയിലൂടെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ഫാക്കൽറ്റി നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അതിന് താഴെ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗൂഗിൾ ഫോം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഫിൽ ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ കുറേ എക്സാമുകളിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്ന കുറേ എക്സാമുകളിലൊക്കെ റാങ്ക് ലിസ്റ്റുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ നമ്മളുടെ കൂടെ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ നല്ല പൊസിഷനിലാണ് അവർക്കൊക്കെ കയറാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് കൈവരിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചൊരു ഉദ്യോഗം നിങ്ങൾക്ക് കൈവരിക്കാൻ ഏണസ്റ്റ് അക്കാഡമിക്ക് പാർട്ടാവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.